നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുക്കളെയും അതിൻ്റെ ഉള്ളിൽ എന്താണ് 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 എന്ന് വളരെ സൂക്ഷ്മമായിട്ട്, അതായത് വളരെ മൈന്യൂട്ടായിട്ട് എന്തുകൊണ്ടാണ് ഓരോ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ഏറ്റവും ചെറിയ അതിൻ്റെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു പഞ്ചസാരത്തരി എടുത്തു. കേൾക്കണ്ട ഹെവന? അവള് പോയാ? പിന്നെ ഇത് ആരോടെ പറയുന്നു? ഹെവന പോയാ? നന്നായി. അപ്പൊ എന്നാ പിന്നെ നമുക്ക് പറയാം അല്ലേ? വന്നാ ഹെവന? എവിടേക്കാ പോണത് ഹെവന? വീണ്ടും പോയി. എനിക്ക് തോന്നണത് ബട്ടൺ തെറ്റിയിട്ട് അമർത്തുണ്ടാവും. എവിടെ? വന്നാ ഹെവനെ എവിടെയും പിടിച്ചു നിൽക്കട്ടാ, പോരുത്. വീണ്ടും പോയാ? ഒരു കാര്യം ചെയ്യും, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഹെവന മാത്രം മൈക്ക് ഓൺ ചെയ്യട്ടാ. ഹെവന ഓൺ ചെയ്തോ. ഇനി ഓഫ് ചെയ്യണ്ട കേട്ടാ. ഹെവനയ്ക്ക് വേണ്ടിയിട്ട് ഇനി പറയണത് കേട്ടാ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്, ഒരു പഞ്ചസാര തരി എടുത്തു, എന്നിട്ട് അതിനെ മുറിച്ചു, എന്നിട്ട് 2 കഷ്ണാക്കി, എന്നിട്ട് അതിലൊരു കഷ്ണം നമ്മൾ വീണ്ടും മുറിച്ചു, എന്നിട്ട് വീണ്ടും 2 കഷ്ണാക്കി, എന്നിട്ട് ഈ കഷ്ണം നമ്മൾ കഴിച്ചു. ഒരു കഷ്ണം മുറിച്ചു, ഒരു കഷ്ണം നമ്മൾ കഴിച്ചു. അപ്പൊ കഴിക്കുമ്പോ പഞ്ചസാരയുടെ ടേസ്റ്റ് എന്താ? ഹെവനയ്ക്ക് അറിയാലോ എന്താ ടേസ്റ്റ്? ഹെവനെ പറയട്ടാ, ഉണ്ടാതിരിക്കരുത്. വേഗം പറയ്, നേരം കളയില്ല. മൈക്ക് ഓഫ് ആക്കണ്ട. അതെ, എന്തത് ഹെവനെ ഉണ്ടാണ്ടിരിക്കുന്നത്? ഹെവന മാഷ് പറഞ്ഞത് കേൾക്കണില്ലേ? അപ്പൊ ഇത് നമ്മളിങ്ങനെ മുറിച്ച് വീണ്ടും മുറിച്ച് 2-3 ദിവസം കഴിയുമ്പോൾ റെഡിയാവും. ഈ കുട്ടി ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാറില്ലേ തോന്നുന്നുണ്ട്. ഹെവന സ്കൂളിലത്തെ ക്ലാസ് എങ്ങനെയാ? ഗൂഗിൾ മീറ്റ് അല്ലേ? പിന്നെന്താ അങ്ങനെ നോക്കുക? അങ്ങനെ ഇത് മുറിച്ച് വീണ്ടും മുറിച്ച് അങ്ങനെ ചെറിയ പാർട്ടിക്കിൾ ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും അവസാനം ഒരു തരി കിട്ടും. ഈ തരിയെ മുറിക്കുമ്പോൾ ഇത് 3 കഷ്ണങ്ങളാവും. ആ 3 കഷ്ണങ്ങളുടെയും പ്രത്യേകത, ഇതിലൊരു കഷ്ണത്തിന് പോലും പഞ്ചസാരയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്താണ് പഞ്ചസാരയുടെ ടേസ്റ്റ് ഹെവന? പോയി. എന്റെ പൊന്നെ. അപ്പൊ ഇന്നിപ്പോ ആർക്കാ വേണ്ടിട്ടപ്പോ പറയണത്? വേണ്ടിട്ട് കൊടുക്കാം അല്ലേ? അപ്പൊ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ഞാൻ നല്ലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടുത്തം കിട്ടില്ല. അപ്പൊ ഈ 3 പാർട്ടിക്കിളായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് 3 ഏറ്റവും ചെറിയ ഈ 3 എണ്ണത്തിനും പഞ്ചസാരയുടെ യാതൊരു ഫീച്ചേഴ്സും ഉണ്ടായിരിക്കില്ല. ഈ 3 സാധനങ്ങൾ എന്തൊക്കെയാ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഈ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറയുന്ന 3 പേരുകൾ കേട്ടിട്ടുണ്ടോ ഹെവന? അപ്പോൾ ഈ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതുകൊണ്ടാണ് പഞ്ചസാര അഥവാ പഞ്ചസാര എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇത് 3ഉം വേറെ വേറെ നമ്മളെടുത്ത് കഴിച്ചു നോക്കിയാൽ അതിന് പഞ്ചസാരയുടെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പക്ഷെ അത് 3ഉം ചേരുമ്പോൾ അതിന് എന്തിന്റെ ടേസ്റ്റ് വന്നു? പഞ്ചസാരയുടെ ടേസ്റ്റ് വന്നു. അല്ല അത് ചേരുന്ന കോമ്പിനേഷന് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും
മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് തന്നെയാണ് സാമ്പാർ ഉണ്ടാക്കുക. അളവുണ്ട്, അതാണ്. ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ തന്നെ നമ്മൾ ഏതിലിടും? ഇറച്ചി കൂട്ടാനിലിടും, ഇല്ലേ? പക്ഷെ രണ്ടിനും ഒരേ ടേസ്റ്റ് ആണോ? അല്ല. അതില് വേറെ സാധനങ്ങളും ഉണ്ട്, അതേപോലെ അത് ചേർക്കുന്നതിന് വ്യത്യാസം ഉണ്ട്. അത് ഏതാണ്ട് അതുപോലെയാണ്. നമ്മളിവിടെ ഹൈഡ്രജനും ഓക്സിജനും കാർബണും ചേർക്കുന്നുണ്ട്. പക്ഷെ ചേർക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർക്കണതല്ല, അതാ ഇതിൽ അടങ്ങിയിരിക്കുന്ന കഥയാണ് ഈ പറയണത്. ഇതാരും ചേർത്തതല്ല. നമ്മള് അതിലെന്താണുള്ളത് എന്ന് അന്വേഷിച്ചു പോയപ്പോൾ ഏറ്റവും അവസാനം എത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ അത് ഈ പറഞ്ഞ രൂപത്തില് ഈ പറഞ്ഞ സംഗതികളാണ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ആറ്റംസ്. കാർബണിനെയും ഹൈഡ്രജനെയും ഓക്സിജനെയും നമ്മൾ പറയുന്ന പേരാണ് ആറ്റംസ്, അതായത് എലമെന്റ്സ്. കേൾക്കണ്ട? ഈ എലമെന്റ്സ് കൂടി ചേർന്നുണ്ടാകുന്ന സാധനത്തിനെ പറയുന്ന പേരാണ് കോമ്പൗണ്ട്. എലമെന്റ്സ് കൂടി ചേർന്നുണ്ടാകുന്നത് കോമ്പൗണ്ട്. അതായത് ഇവിടുത്തെ കോമ്പൗണ്ട് ഏതാ? പഞ്ചസാര. പഞ്ചസാര ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. മനസ്സിലായോ? ഇനി കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പഞ്ചസാരയുടെ ആദ്യത്തെ കണിക, അതായത് ഇത് മൂന്നും കൂടി ചേരുമ്പോൾ ടേസ്റ്റ്, പഞ്ചസാരയുടെ ടേസ്റ്റ് വരുന്ന ആ പാർട്ടിക്കിൾ, ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് മോളിക്യൂൾ. അപ്പൊ ഒന്നും കൂടി നമ്മൾ പറയാം. ഒരു പഞ്ചസാര തരീനെടുത്തിട്ട് മുറിച്ച് വീണ്ടും മുറിച്ച് അങ്ങനെ പോകുമ്പോൾ മധുരം അഥവാ പഞ്ചസാരയുടെ പ്രത്യേകതകളെല്ലാം അടങ്ങിയ ഒരു കണം കിട്ടും, ഒരു പാർട്ടിക്കിൾ. അതിനെ വിളിക്കുന്ന പേര് മോളിക്യൂൾ. അതിനെ വീണ്ടും മുറിച്ചാൽ കിട്ടുന്നതാണ് എലമെന്റ്സ്. മനസ്സിലായ? എലമെന്റ്സ് ഏതൊക്കെ? എലമെന്റ്സ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഓരോ ഇതിപ്പോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ 6 ഉണ്ട്, ഹൈഡ്രജൻ 12 ഉണ്ട്, ഓക്സിജൻ എത്ര ഉണ്ട്? 6 ഉണ്ട്. കാർബൺ 6 ഹൈഡ്രജൻ 12 ഓക്സിജൻ 6. അപ്പൊ ഇത് ഓരോന്നെടുത്താൽ കാർബൺ എന്ന് പറയുന്നത് 6 ഒരു കാർബൺ, അതിനെ നമ്മൾ പറയാ കാർബൺ ആറ്റം. എന്താ പറയാ നമ്മള്? കാർബൺ ആറ്റം. ഒരു ഹൈഡ്രജനെ നമ്മൾ പറയും ഹൈഡ്രജൻ ആറ്റം. ഒരു ഓക്സിജനെ നമ്മൾ പറയും ഓക്സിജൻ ആറ്റം. അപ്പൊ കാർബൺ ആറ്റം, ഹൈഡ്രജൻ ആറ്റം, ഓക്സിജൻ ആറ്റം. അപ്പൊ ആറ്റങ്ങള് കൂടിച്ചേർന്നുണ്ടാകുന്നത് മോളിക്യൂൾ. മനസ്സിലായോ? ഇനി മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു മാറ്റർ അഥവാ ഒരു പദാർത്ഥം. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന വസ്തുക്കൾ, ആ വസ്തുക്കളുടെ ഏറ്റവും ചെറിയ കണികേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾ. പഞ്ചസാര എന്ന് പറയുന്നത് ഒരു വസ്തുവാണ്, അതിന്റെ ഏറ്റവും ചെറിയ കണിക, അതായത് പഞ്ചസാരയുടെ എല്ലാ പ്രത്യേകതകളും അടങ്ങിയ ചെറിയ കണിക, അതിന്റെ മോളിക്യൂൾ ആണെന്ന് പറയാം. അതിനെ മുറിച്ചാൽ കിട്ടുന്നത് എന്താ? ആറ്റംസ് എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ആറ്റത്തിനെ തന്നെ നമ്മൾ പറയുന്നു എലമെന്റ്സ്. ആറ്റത്തിനെ തന്നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് എലമെന്റ്സ്. എലമെന്റുകൾ കൂടി ചേരുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് മോളിക്യൂൾ. അതായത് ഡിഫറന്റ് എലമെന്റുകൾ കൂടി ചേർന്നാൽ അതെന്തായി? മോളിക്യൂളായി മാറി. ഡിഫറന്റ് എലമെന്റുകൾ കൂടി ചേർന്നാൽ അത് മോളിക്യൂളായി. മനസ്സിലായോ? ഡിഫറന്റ് എലമെന്റുകൾ കൂടി ചേർന്നാൽ അതാണ് മോളിക്യൂൾ. അതേസമയം ഒരേ ടൈപ്പ് എലമെന്റിനെയാണ് കൂടിച്ചേർന്നതെങ്കിൽ ഇതിന് നമ്മൾ പറയുന്ന പേര് എന്താ? അത് എലമെന്റ് എന്ന് തന്നെയാണ് വിളിക്കുക. ഒരേ എലമെന്റ് തന്നെയാണ്. ഒരു പദാർത്ഥത്തിൽ ഒരേ എലമെന്റ് തന്നെയാണ് അടങ്ങിയിട്ടുള്ളതെങ്കിൽ അത് എലമെന്റ് ആണ്. ഡിഫറന്റ് എലമെന്റ് ആണെങ്കിൽ മോളിക്യൂൾ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും 3 ഡിഫറന്റ് ആയിട്ടുള്ള എലമെന്റ് ചേർന്നതാണ് പഞ്ചസാര. അപ്പൊ പഞ്ചസാര കോമ്പൗണ്ട് ആണ്. എന്നാൽ നമ്മൾ ചെമ്പ്, കോപ്പർ എന്ന് പറയുന്ന സാധനം, അത് നമ്മൾ ഇതുപോലെ ചെറുതാക്കി പോയാൽ ഏറ്റവും അവസാനം എത്ര ചെറുതാക്കിയാലും അവസാനം നമുക്ക് കിട്ടുക കോപ്പർ തന്നെയാണ്. അതായത് കോപ്പർ ഒരു എലമെന്റ് തന്നെയാണ്. കോപ്പർ ഒരു ആറ്റമാണ്.
മനസ്സിലായ? കോപ്പർ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കോപ്പറിന്റെ തന്നെ ആറ്റം കൊണ്ടാണ്. എന്നാൽ പഞ്ചസാര അങ്ങനെയല്ല. പഞ്ചസാര ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അതാണ് വ്യത്യാസം പഞ്ചസാരയും കോപ്പറും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ പഞ്ചസാര കോമ്പൗണ്ട് ആണെങ്കിൽ കോപ്പർ എന്താ? കോപ്പർ എന്ന് പറയുന്നത് അത് എലമെന്റ് തന്നെയാണ്. അപ്പൊ ഡിഫറന്റ് എലമെന്റ് കൂടി ചേരുന്നതാണ് കോമ്പൗണ്ട്. ഒരേ എലമെന്റുകൾ തന്നെയാണ് ഒരു വസ്തുവിലുള്ളതെങ്കിൽ അത് കോമ്പൗണ്ട് അല്ല, അത് എലമെന്റ് തന്നെയാണ്. അതാണ് കോമ്പൗണ്ടും എലമെന്റും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് അല്ലേ? സംശയമില്ലല്ലോ? മാഷിപ്പോ അത് ചുരുക്കിയിട്ട് ഒന്ന് ചുരുക്കി ജസ്റ്റ്. അപ്പൊ ചുരുക്കിയപ്പോ അതിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ അത് ഒരു കാര്യം ചെയ്യാം, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒന്നും കൂടി നോക്കുക നിങ്ങളത് കേട്ടാ. ഞാൻ ആ കഴിഞ്ഞതിന്റെ ബാക്കിയിലേക്ക് കിടക്കണം കേട്ടാ. അപ്പോ ഹെവനാ, നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഞാൻ ഇതിലിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും കൂടി ഇടാം ക്ലാസ് കഴിഞ്ഞിട്ട്. അത് നിനക്ക് ഇട്ടരാട്ടാ. അത് കണ്ടിട്ട് ഇന്ന് പറയണത് കണ്ടാൽ മതി കേട്ടാ. അത് കണ്ടതിന് ശേഷം ഇന്ന് പറയണത് കണ്ടാൽ മതി കേട്ടാ. ആ 2 വീഡിയോ നോക്കുക. ഞാൻ മാത്സ് നമുക്ക് വൈകുന്നേരം ഇടാം. ഇത് ഞാൻ ഇപ്പൊ തന്നെ ഇടാം കേട്ടാ. ഓക്കെ, ഓക്കെ. അപ്പൊ ഇവിടെ ആ ചാപ്റ്ററില് എക്കോ ഇപ്പൊ ഞാൻ മാറ്റി തരാം കേട്ടാ. ഓക്കെ, ഇപ്പോ ശരിയല്ലേ? നോക്കൂ, ഇവിടെ ഇതിൽ നമ്മൾ പറഞ്ഞത് ഇതാ, ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ വീണ്ടും വിവരിക്കുന്നുണ്ട്. ഇവിടേക്ക് എത്തിയിട്ടില്ലല്ലോ? നമ്മള് എത്തിയിട്ടുണ്ട് അതില്. എലമെന്റ്സും കോമ്പൗണ്ടും പറഞ്ഞ ഹെൻറി കാവൻഡിഷ് പറഞ്ഞ ഇത് പറഞ്ഞിട്ടില്ല. എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്. Don't you now realize that pure substance are of 2 kinds? Of these pure substances which cannot be further decomposed through chemical process are called elements. ഇതിന്റെ മുന്നത്തെ ചാപ്റ്ററിൽ, അതായത് ഹെവന ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൽ പ്യുവർ സബ്സ്റ്റൻസ് അതിൽ പറയുന്നുണ്ട്. പ്യുവർ അല്ലെങ്കിൽ മിക്സ്ചറും അല്ലെ? അതിൽ പഠിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാ? മിക്സ്ചറുകളെ കുറിച്ചും പിന്നെ എന്താ പ്യുവർ സബ്സ്റ്റൻസിനെ കുറിച്ചിട്ടല്ല അതിന് പറയണത്. പ്യുവർ സബ്സ്റ്റൻസ് അല്ല, പ്യുവർ സബ്സ്റ്റൻസ് അതിനെ കുറിച്ചല്ല പറയണത്. അപ്പൊ അതില് നമ്മള് മിക്സ്ചർ എന്ന് പറയുമ്പോ ശ്രദ്ധിക്കുക, അതിൽ പ്യുവർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോ ഇപ്പോ വെള്ളം, വാട്ടർ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പക്ഷെ ആ വെള്ളത്തിൽ തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര കലക്കിയാൽ അതെന്തായി മാറി? അത് മിക്സ്ചറായി മാറി. പക്ഷെ ഇവിടെ നമ്മള് വാട്ടറിന് എടുക്കുമ്പോ, വാട്ടർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 2 എലമെന്റുകൾ കൂടി ചേർന്നതാണ് വാട്ടർ. H2O. വാട്ടറിനെ എങ്ങനെയല്ലേ വിളിക്കുക നമ്മള്? വാട്ടർ എന്ന് പറയുന്നത് എന്താ? H2O ആണ്. അപ്പോ വാട്ടർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വസ്തു എന്ന നിലയ്ക്ക് നമ്മൾ എടുക്കുമ്പോൾ അത് പ്യുവർ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് പറയാം വാട്ടറിൽ 2 ഡിഫറന്റ് ആയിട്ടുള്ള എലമെന്റുകൾ ഇതിലുണ്ട്. 2 എലമെന്റുകൾ. ഏതൊക്കെയാ 2 എലമെന്റ്? ഒരു എലമെന്റ് ഹൈഡ്രജനും മറ്റേ എലമെന്റ് എന്താ? ഓക്സിജനും. അപ്പൊ ആ 2 ഡിഫറന്റ് എലമെന്റുകൾ വന്നതുകൊണ്ട് അതിനെ നമുക്ക് പറയാം അത് കോമ്പൗണ്ട് ആണ് എന്ന് പറയാം. മനസ്സിലായോ പറഞ്ഞത്? കോമ്പൗണ്ട് ആണ്. ശ്രദ്ധിക്കൂ, വാട്ടർ എന്ന് പറയുന്നത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു ഈസ് പ്യുവർ സബ്സ്റ്റൻസ്. പ്യുവർ ആണ്. പക്ഷെ ആ പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടുള്ള വാട്ടർ ഇവിടെ നമ്മൾ വിളിക്കുന്നത് അതിനെന്താ? ഇറ്റ്സ് എ കോമ്പൗണ്ട്. എന്തുകൊണ്ട് കോമ്പൗണ്ട്? ബിക്കോസ് അതില് 2 ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ 2 ഘടകങ്ങൾ? ഒന്ന് ഹൈഡ്രജൻ, മറ്റൊന്ന് ഏതാ? ഓക്സിജൻ. കേൾക്കണ്ട? എന്നാൽ അതേ നമ്മൾ തന്നെ കോപ്പർ എടുത്തു. കോപ്പർ എന്ന് പറഞ്ഞ ചെമ്പ്.
നമ്മുടെ വീട്ടിലെ വയറിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വയറ കണ്ടിട്ടില്ലേ? ആ വയറയുടെ ഉള്ളിൽ കാണുന്ന വസ്തുവാണ് ചെമ്പ്, കോപ്പർ എന്ന് പറയുന്ന സാധനം. ആ കോപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത് Cu കൊണ്ടാണ്. കുപ്രിയം എന്നാണ് അതിന്റെ ശരിക്കുള്ള പേര്. ഇംഗ്ലീഷിൽ കോപ്പർ എന്ന് വിളിക്കും. അപ്പൊ Cu എന്നാണ് അതിനെ സൂചിപ്പിക്കുക. Cu കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പോ ഇതില് Cu അത് ഒറ്റ സാധനമാണ് കേട്ടോ. ഇത് Hഉം Oയും രണ്ടൊരു സാധനങ്ങളാണ്. H എന്ന് പറയുന്നത് ഹൈഡ്രജൻ, O എന്ന് പറയുന്നത് ഓക്സിജൻ. ഇവിടെ Cu എന്ന് പറഞ്ഞാൽ അത് കോപ്പർ ആണ്, ഒറ്റ സാധനമാണ്. അപ്പൊ കോപ്പർ കൊണ്ടാണ് ആ ചെമ്പ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് കോമ്പൗണ്ട് അല്ല, ഇതെന്താ? ഇത് എലമെന്റ് ആണ്. ഇതിനെ വിളിക്കുക എലമെന്റ് ആണ്. മനസ്സിലായോ? അപ്പോ ശ്രദ്ധിക്കൂ, ഇത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്, ഇതും പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇത് രണ്ടും പ്യുവർ ആണ്. മനസ്സിലായോ? കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതനുസരിച്ച് നമ്മൾ നോക്കിയാൽ ഇതും പ്യുവർ ആണ്, ഇതും പ്യുവർ ആണ്. പക്ഷേ ഇത് പ്യുവർ ആണെങ്കിൽ ഇത് കോമ്പൗണ്ട് ആണ്. പക്ഷേ ഇത് പ്യുവർ ആണ് എന്ന് മാത്രമല്ല, ഇത് എലമെന്റ് ആണ്. കൺഫ്യൂഷൻ ആവണ്ട, കുഴപ്പമൊന്നുമില്ലല്ലോ. ശരിക്ക് തലയിരിക്കാണ്ട് കയറട്ടാ പറയണത്. എന്നെയാ? വീഡിയോ അല്ലേ? ഞാൻ ശരി ഇതാ. വാട്ടർ എന്ന് പറയുന്നത് H2O, കോപ്പർ എന്ന് പറയുന്നത് Cu. Cu എന്ന് പറഞ്ഞ ഒറ്റ വാക്കാണ് കേട്ടോ. അത് Cu ഒറ്റ വാക്കാണ്. അപ്പോ ഒറ്റ ഇതാണ്. H2O എന്ന് പറഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ, ഓക്സിജൻ, രണ്ട് വ്യത്യസ്ത പേരുകള്, രണ്ട് വ്യത്യസ്ത സാധനങ്ങൾ, ഘടകങ്ങൾ അല്ലെങ്കിൽ എന്താ എലമെന്റ്സ് അവിടെ ചേർന്നിട്ടുണ്ട്. Cu എന്ന് പറഞ്ഞാൽ കോപ്പർ എന്ന് പറയുന്ന ഒറ്റ പേരാണത്. അതിനെ സൂചിപ്പിക്കാനാണ് Cu നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിൽ വയറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന വയറിന്റെ ഉള്ളിൽ കാണുന്ന സാധനമാണ് Cu. അത് എത്രത്തോളം നമ്മൾ ചെറുതാക്കിയാലും അവസാനം നമുക്ക് കിട്ടുക ആ പുറത്ത് കാണുന്ന സാധനം തന്നെയാണ് നമുക്ക് കിട്ടുക. Cu തന്നെയാണ് എത്ര ചെറുതാക്കിയാലും. എന്നാൽ വാട്ടറിന് അങ്ങനെയല്ല. നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകും തോറും അവസാനം വാട്ടർ അല്ലാതെ മാറും. എന്താ? H2O ആയിട്ട് മാറും. വെള്ളം നിങ്ങൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോ എന്താ സംഭവിക്കുക? വറ്റിപ്പോവും. വെറ്റിപ്പോവും എന്ന് പറഞ്ഞാൽ അതെന്തായിട്ടാ പോണത്? ഹൈഡ്രജനും ഓക്സിജനായിട്ട് പോയി. അത് പോയി, രണ്ടായിട്ട് പോയി. മനസ്സിലായ? വെള്ളത്തിനെ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ബാറ്ററി വെച്ചിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ വെള്ളത്തിനെ ഡിവൈഡ് ചെയ്യുന്നത് ആര് കണ്ടുപിടിച്ചു? ഹംഫ്രി ഡേവി. സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ട് ഒരു ബാറ്ററി വെച്ചിട്ട് ചെറുതായി വരച്ച് കഴിഞ്ഞു. നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ ഒന്നും കാണില്ല കേട്ടാ. ഞാൻ പറയണത് കേട്ടിട്ട് ഞാൻ ആ വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് നോക്കുക. ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. അതൊന്നുമില്ല. ഇവിടെ ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞിട്ട് കണ്ട ആരാ? ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അദ്ദേഹം എന്ത് ചെയ്തു എന്നാ പറയണത്? നോക്കാം, ഇവിടെ പറയുന്നുണ്ട് വാട്ടർ. കണ്ട, വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. കണ്ട, വാട്ടറിനെ ഹൈഡ്രജനും ഓക്സിജനും ആക്കിയിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അത് ഡിവൈഡ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു കാണിച്ചെന്നുണ്ടായിരുന്നു. ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം എടുക്കുക, എന്നിട്ട് അതില് ഒരു 2 ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ കമത്തി വെക്കുക. 2 ടെസ്റ്റ് ട്യൂബില് നമ്മള് ശരി പറഞ്ഞിട്ട് ഇത് മറന്നു പോവരുത്. സയൻസ് മറക്കാനുള്ള സാധനമല്ല. എന്നിട്ട് നമ്മൾ 2 ഇതൊന്നും ബാറ്ററിയിലേക്ക് 2 വയർ ഇങ്ങനെ കണക്ട് ചെയ്യും. അപ്പൊ ഇതില് ഒരു ട്യൂബില് ഹൈഡ്രജൻ വരും, ഒരു ട്യൂബിൽ എന്ത് വരും? ഓക്സിജൻ വരും. ഹൈഡ്രജനും ഓക്സിജനും തിരിച്ചറിയാൻ നമ്മളൊന്നും കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മ? തീപ്പെട്ടിക്കുള്ളി ഉരച്ച് നമ്മൾ ആ വായയുടെ ഭാഗത്ത് ഇങ്ങനെ കാണിക്കും. ടെസ്റ്റ് ട്യൂബിന്റെ അല്ലെ വായ ഭാഗത്ത് കാണിക്കും. അപ്പൊ ഹൈഡ്രജൻ ആണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനത്തെ ശബ്ദമല്ല. ശബ്ദം നമ്മൾ പറയാ ഒരു പൊട്ടണ ശബ്ദമാണ് ഉണ്ടാവുക. പോപ്പ് ശബ്ദം. ഞാൻ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോക്കറ്റിൽ നമ്മൾ നിറയ്ക്കുന്നത് എന്തുട്ടാ? ഹൈഡ്രജൻ ആണ്. എന്നിട്ട് ഓക്സിജൻ ഉപയോഗിച്ച് കത്തിക്കും. അതാണ് റോക്കറ്റ് ഇങ്ങനെ ആകാശത്ത് കൂടെ പോകുമ്പോ നമുക്ക് വെള്ള വര കാണുന്നില്ലേ? എന്തെന്നാ പറയാ? നിങ്ങളോടൊക്കെ എന്ത് പറഞ്ഞിട്ടുള്ള കാര്യം? ഞാൻ
നിങ്ങളായിട്ടുള്ള ഇടപാട് ഞാൻ നിർത്താൻ പോകട്ടാ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയണ കാര്യങ്ങളൊക്കെ എന്നെ മറക്കാൻ പാടില്ല. ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതിയിട്ടല്ലേ അടുത്ത ഭാഗത്തേക്ക് പോണത്. നമ്മളെന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ്സിൽ ഹൈഡ്രജൻ നിറച്ചിട്ട് ഓക്സിജൻ കൊണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ കത്തിക്കുകയാണെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ബക്കറ്റ് കെട്ടിട്ടാൽ നമുക്ക് എന്ത് ചെയ്യും? എന്ത് കിട്ടും? വെള്ളം കിട്ടും. നല്ല വെള്ളം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല്ല ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉവ്വ എന്നിട്ടാണ് ഇപ്പൊ ചോദിച്ചത്. എന്തുട്ട് അല്ല, അത് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. പക്ഷെ അത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. അതാണ് നമ്മൾ ഈ വരച്ച് കാണിക്കാറ്. നമുക്ക് അതിന്റെയൊക്കെ വീഡിയോ കിട്ടും. നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. യൂട്യൂബിൽ വെറുതെ അടിച്ചു കൊടുക്കുക ഹൗ ടു ഡിവൈഡ് വാട്ടർ ഇൻടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എന്ന് വെറുതെ അടിച്ചു നോക്കിയാൽ അപ്പൊ അതിന്റെ വീഡിയോ ഇങ്ങോട്ട് വരും. ഞാൻ കാണിച്ചു തരാൻ പറ്റായില്ല. പക്ഷെ നമ്മളൊരു വീഡിയോ കാണണമെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അതിനാ പോവും. മനസ്സിലായ? പിന്നെ നമ്മുടെ വിഷയത്തിൽ നിന്ന് അത് അങ്ങോട്ട് അകന്നു പോകും. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇതിപ്പോ കാര്യം ഇങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാം കേട്ടാ. പരീക്ഷണങ്ങൾ കിട്ടും. നിങ്ങൾക്ക് എല്ലാ പരീക്ഷണങ്ങളും യൂട്യൂബിൽ കിട്ടും. കേട്ടില്ലേ? അവിടെ എങ്ങനെ അടിച്ചു കൊടുക്കുക, യൂട്യൂബിൽ കയറി അടിച്ചു കൊടുക്കുക എങ്ങനെ ഹൗ ടു ഡിവൈഡ് വാട്ടർ ഇൻടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് അതിന്റെ എക്സ്പെരിമെന്റ് ഇങ്ങോട്ട് കാണിച്ചു തരുന്നു. ഈ സാധനം വെച്ചുള്ള എക്സ്പെരിമെന്റുകളൊക്കെ കേട്ടാ. ഓക്കെ, ചെയ്തോളില്ലേ? അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓക്കെ. തൽക്കാലം നമ്മുടെ വിഷയത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഇവിടെ ഇപ്പൊ നമ്മുടെ വിഷയത്തിൽ നിന്ന് പോയിട്ടാ നമ്മൾ പിന്നിലേക്ക് പോയി. അതപ്പോ ഉണ്ടായത്. ഇന്നിപ്പോ പിന്നാക്കം പോയി. അതാണ്ടായത്. നോക്കൂ, എലമെന്റ്സും കോമ്പൗണ്ട്സും എന്താണെന്ന് ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കുക. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പ്യുവർ സബ്സ്റ്റാൻസസ് എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് പഠിക്കുന്നു, മിക്സ്ചറിനെ കുറിച്ച് പഠിക്കുന്നു. പ്യുവർ സബ്സ്റ്റാൻസും മിക്സ്ചറും ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു പ്യുവർ സബ്സ്റ്റാൻസ് ആണ് ഏത്? പ്യുവർ സബ്സ്റ്റാൻസ് ആണ് വാട്ടർ. മിക്സ്ചറിന് ഉദാഹരണം പറയാ ഏതാ? നമ്മൾ എന്താ? സോൾട്ട് സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് നമ്മള് സോൾട്ട് സൊല്യൂഷൻ, അത് മതി. സലൈൻ വാട്ടർ അങ്ങനെയും പറയുന്നത്. സോൾട്ട് സൊല്യൂഷൻ അഥവാ സലൈൻ വാട്ടർ. നോക്കാം. അപ്പൊ ഇത് മിക്സ്ചർ ആണ്, ഇത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇനി വാട്ടർ പ്യുവർ ആണെന്ന് പറയുന്നത്, അതേപോലെ നമ്മൾ വേറെ ഒരു പ്യുവർ സബ്സ്റ്റൻസിന് നമ്മൾ പറയുകയാണെങ്കിൽ വെറും സാധാരണ കോപ്പർ എടുത്തു കഴിഞ്ഞാൽ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. സാധാരണ കോപ്പർ എടുത്തു കഴിഞ്ഞാൽ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന ആഭരണ സ്വർണം എന്ന് പറയുന്ന സാധനമില്ലേ, ആഭരണ സ്വർണം എന്ന് പറയും, അത് എന്താണ് ശരിക്ക്? അത് മിക്സ്ചറാ. എന്താ കാരണം? ഓർണമെന്റൽ ഗോൾഡ് അല്ലെ? ഓർണമെന്റൽ ഗോൾഡ് എന്ന് പറയുന്ന സാധനം മിക്സ്ചർ ആണ്. കാരണം അതില് ഗോൾഡ് മാത്രല്ല, അതില് കുറച്ച് എന്തുണ്ട്? കോപ്പറും കൂടി മിക്സ് ചെയ്യും അല്ലെ? ചെമ്പും സ്വർണവും തമ്മിൽ കൂട്ടി ഉരുക്കിയതാണ് ഏത്? ഓർണമെന്റൽ ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് മിക്സ്ചർ ആണ്. അതായത് ഇതില് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതില് 2 സാധനങ്ങൾ ഉണ്ടെന്ന്. ഏതൊക്കെയാ 2 സാധനങ്ങള്? ഓർണമെന്റൽ ഗോൾഡ് എന്ന് പറയുന്ന സാധനത്തില് ഗോൾഡ് 2 സാധനങ്ങളുണ്ട് ഇതില്. ഏതൊക്കെയാ 2 സാധനങ്ങള്? സിയുവും അതുപോലെ എയുവും. എയു എന്ന് പറഞ്ഞ ഗോൾഡാണ്. സിയുവും അതുപോലെ എയുവും ചേർന്നതാണ് ഓർണമെന്റൽ ഗോൾഡ്. എന്നാൽ കോപ്പറിൽ എന്ത് മാത്രമേ ഉള്ളൂ? കോപ്പർ മാത്രം. എന്നാൽ വാട്ടറിൽ H2O, ഇതാണ് വാട്ടർ. കേൾക്കണ്ട? എന്നാൽ സാൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? സാൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉപ്പ് എന്ന് പറഞ്ഞാൽ NaCl എന്നാ പറയാ. ഉപ്പിനെ നമ്മൾ വിളിക്കുക. അതും പിന്നെ വാട്ടറും H2Oയും ചേർന്നതാണ് സാൾട്ട് സൊല്യൂഷൻ. കണ്ട? ഇത് 2 ചേർന്നാണ് സാൾട്ട് സൊല്യൂഷൻ. അതുകൊണ്ടാണ് ഇത് മിക്സ്ചർ. കണ്ട? ഇത് 2 ഡിഫറന്റ് ആയിട്ടുള്ള. അപ്പൊ ഇത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്, ഇത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പക്ഷെ ഈ പ്യുവർ സബ്സ്റ്റൻസസില്
രണ്ട് എലമെന്റുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റുകൾ ഉണ്ട്. ഏതൊക്കെ? ഹൈഡ്രജനും ഓക്സിജനും. അതുകൊണ്ട് ഇതെന്താന്ന് ചോദിച്ചാൽ ഇത് കോമ്പൗണ്ട് ആണ്. ഇത് കോമ്പൗണ്ട് ആണ്. എന്നാൽ ഈ പ്യുവർ സബ്സ്റ്റാൻസസിൽ ഒരേ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ എലമെന്റ് എന്ന് തന്നെ വിളിക്കും. എലമെന്റ്. മനസ്സിലായ? ഇപ്പൊ മനസ്സിലായ വ്യത്യാസം? ഇതിനെ കുറിച്ച് നമ്മളിപ്പോ തൽക്കാലം പറയുന്നില്ല. വേണമെങ്കിൽ ഒന്ന് പറയാം, ചെറുതായി ഒന്ന് പറയണം. ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടോ? NaCl ഉപ്പിനെ. അപ്പോ ഇവിടെ നോക്കൂ, NaCl എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് എന്നാ പറയട്ടാ. തൽക്കാലം നിങ്ങൾ Na എന്ന് പറയുന്ന ഒരു എലമെന്റും Cl എന്ന് പറയുന്ന ഒരു എലമെന്റും ചേർന്ന ഉപ്പായി. അതേപോലെ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഉപ്പ് മാത്രം എടുത്താൽ ഒരു കോമ്പൗണ്ട് ആണ്, ശരിയല്ലേ? ആ, ഇനിയോ ഇത് H2O മാത്രം എടുത്താൽ അത് വേറൊരു കോമ്പൗണ്ട് ആണ്. ഈ രണ്ട് കോമ്പൗണ്ടുകളും ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ ചേർന്നത് കൊണ്ടാണ് ഇത് മിക്സ്ചർ ആയത്. മനസ്സിലായ? അതേസമയം ഇവിടെ നമ്മൾ നോക്കുമ്പോ Cu എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ്, Au എന്ന് പറയുന്നത് വേറെ എലമെന്റ് ആണ്. പക്ഷെ ഈ രണ്ട് ഡിഫറെന്റ് എലമെന്റുകള് ശ്രദ്ധിക്കുക, ഇവിടെ ചേരുന്നത് പോലെയല്ല ഇവിടെ ചേരുന്നത്. അതായത് കോപ്പർ മാത്രം ചേർന്നിട്ടുള്ള എലമെന്റ് ആണ് നമ്മൾ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറിന്റെ ഉള്ളിൽ കാണുന്നത്. കോപ്പർ മാത്രമേ ഉള്ളൂ അതില്. അതേപോലെ ഗോൾഡ് മാത്രമായിട്ടുള്ളത് നമുക്ക് അതേപോലെ കിട്ടും. അതില് തങ്കം കേട്ടിട്ടുണ്ട? തങ്കം നിങ്ങളെ വിളിക്കാറുണ്ട വീട്ടുകാർ? ചിലപ്പോ തങ്കം എന്നൊക്കെ വിളിക്കും. കേട്ടിട്ടുണ്ട? തങ്കം എന്നാ വിളിക്കാറ്, പൊന്നേന്ന് വിളിക്കാറ്, തങ്കം എന്നാ വിളിക്കാറ് നിങ്ങളെ? പൊന്നേന്ന്. വില കുറവാ, പൊന്നിന് വില കുറവാ. തങ്കം എന്ന് വിളിച്ചാൽ ഒത്തിരി കൂടി വില കൂടി. ഇനി അപ്പൊ തങ്കം എന്ന് വിളിക്കാൻ പറഞ്ഞോളൂ കേട്ടാ. തനി തങ്കം. തങ്കം. പൊന്നിനും കാട്ടി ഡിമാൻഡ് ഏതാ? അതിനും കാട്ടിയും വില കൂടിയ സാധനം ഉണ്ട്. ഡയമണ്ട്. പ്ലാറ്റിനം ഉണ്ട്. പ്ലാറ്റിനം. അപ്പൊ ഇനി അങ്ങനെയൊക്കെ വിളിക്കാൻ പറഞ്ഞോളൂ കേട്ടാ. പ്ലാറ്റിനം. മോനെ പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി സംഭവം. ആൾക്കാർ ഞെട്ടും. ഇത്രയും വില കൂടിയ മോന. നോക്ക്, അവസാനം എന്താ പറയാ, ഓട് ഇങ്ങനെ കുറഞ്ഞു വരരുത് കേട്ടാ. സ്വർണ്ണ ഗോൾഡായി, സിൽവറായി, കോപ്പറായി, അവസാനം പിന്നെന്താ പറയാ നമ്മള്. അപ്പൊ അങ്ങനെ അതിലേക്ക് വരരുത്. അപ്പൊ നോക്കൂ, ഇവിടെ ഇത് വേറെ എലമെന്റ്, ഇത് വേറെ എലമെന്റ്. ഈ രണ്ട് എലമെന്റുകൾ ചേരുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്തായി മാറി? ഇവിടെ ഇത് മിക്സ്ചറായി. ഇവിടെ നോക്കൂട്ടെ, ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വാട്ടറിൽ രണ്ട് ഡിഫറെന്റ് എലമെന്റുകളാണ് ചേരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ വാട്ടറിൽ ഈ രണ്ട് ഡിഫറെന്റ് എലമെന്റുകൾ പ്രകൃത്യാല് തന്നെ ചേർന്നിട്ടുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ എലമെന്റുകൾ മാത്രം അടങ്ങിയിട്ടുള്ള ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടുന്നു, ഈ എലമെന്റ് മാത്രം അടങ്ങിയിട്ടുള്ള വേറൊരു സാധനം കിട്ടുന്നു. ഇത് രണ്ടും നമ്മളായിട്ട് എന്ത് ചെയ്യുക? കൂട്ടിച്ചേർക്കുക. അതായത് വെള്ളവും ഉപ്പും വേറെ വേറെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ അത് മിക്സ് ചെയ്യുന്നില്ലേ? അല്ലാതെ ഉപ്പ് വെള്ളം സംഗതി കടലിൽ കിട്ട്. പക്ഷെ വെള്ളവും നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താ ചെയ്യാറ്? വെള്ളം എടുക്കും ഒരു ഗ്ലാസ്സിൽ, ഉപ്പ് വേറെ എടുക്കും, എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യും. അതേപോലെ മിക്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഏതാ? ഓർണമെന്റൽ ഗോൾഡ്. അതുകൊണ്ടാണ് ഇതിനെ മിക്സ്ചർ എന്ന് പറയുന്നത്. എന്നാൽ വെള്ളം നമ്മൾ ആരെങ്കിലും അങ്ങനെ ഹൈഡ്രജനും ഓക്സിജനും എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഗ്ലാസ്സിൽ ഇട്ടിട്ട് വെള്ളം ഉണ്ടാക്കുകയാണോ ചെയ്യണത്? അല്ല. അത് നമ്മൾ കിണറ്റിൽ നിന്ന് അങ്ങനെ കോരിയെടുക്കുകയാണ്. അപ്പൊ അതാണ് ഇതും തമ്മിലുള്ള വ്യത്യാസം. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഇത് മനസ്സിലായില്ലേ? ഒരു ഐഡിയ കിട്ടിയില്ലേ? അതാ ഈ ഭാഗം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഭാഗം ഞാൻ വട്ടം വരയ്ക്കാം. അതെ, ഈ ഭാഗം ഗോൾഡ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, പ്യുവർ ഗോൾഡ് എന്ന് പറയുന്നത്. പ്യുവർ ഗോൾഡ് അത് എലമെന്റ് തന്നെയാണ്. പ്യുവർ ഗോൾഡ് ഒന്നുമില്ലാത്ത ഗോൾഡ് കിട്ടും, പക്ഷെ അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആവും. അതിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ പെട്ടെന്ന് വളയും പൊട്ടുകയൊക്കെ ചെയ്യും. അതിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കാഠിന്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ചെമ്പ് ചേർക്കുന്നത്. നമ്മൾ ഈ ഗോൾഡിന്റെ ഓർണമെന്റ്സ് ഉണ്ടാക്കുമ്പോഴേ ഇത്തിരി ഉറപ്പ് വേണ്ട അതിന്. ഒരാൾ തൊടുമ്പോഴേക്കും ഞണങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായില്ലേ? അപ്പൊ അതിന് ഇത്തിരി കൂടി ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ എന്ത് ചേർക്കുന്നത്? കോപ്പർ ചേർക്കുന്നത്. ഓക്കെ, സംശയം ഉണ്ട് അതില്?
ഇനി നമുക്ക് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാട്ടാ. ഹലോ ഹലോ ആ ഓക്കെ. ആ മഴ പെയ്തു. ഇപ്പോൾ ഇവിടെ മഴ പെയ്ത കാരണം കൊണ്ട് ഞാൻ അത് വെച്ചു. ഓക്കെ. ആ അപ്പോ ഹെവന പോയാ? വെരി ഗുഡ് വെരി ഗുഡ്. ആ അപ്പൊ ഞാൻ വീണ്ടും ടെക്സ്റ്റിലേക്ക് കിടക്കട്ടാ. ടെക്സ്റ്റ് ആണ് നമ്മുടെ ബേസ് കേട്ടാ. വേറെ ഗൈഡും നോട്ടൊന്നല്ല, ടെക്സ്റ്റ് ആണ് നമ്മുടെ ബേസ്. ടെക്സ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ചോദ്യം ഞാൻ തരും. അപ്പോ നോക്കൂ, elements and compounds. Don't you now realize that pure substances are of two kinds? Of these pure substances which cannot be decomposed through chemical processes are called elements. മനസ്സിലായോ? അതായത് എന്താ പറയണത്? Pure substances are of two kinds. Pure substances രണ്ട് തരത്തിലുണ്ട്. കേൾക്കണ്ട നിങ്ങൾക്ക്? ആ ശരി ശരി. രണ്ട് തരത്തിൽ പറയുന്നു. which cannot be further decomposed through chemical process are called elements. അതായത് ചെമ്പിനെ നമുക്ക് എന്ത് ചെയ്താലും CU അല്ലാതെ വേറൊരു സാധനം അതിന്ന് കിട്ടില്ല. ചെമ്പിനെ എന്തൊക്കെ ചെയ്താലും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്തു മാത്രം? CU മാത്രം. അതല്ലാതെ വേറൊന്നും നമുക്ക് കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ചെമ്പിനെ നമ്മൾ പറയും എലമെന്റ്സ് എന്ന് പറയും. എന്നാൽ വെള്ളത്തിനെ നമ്മൾ ചില കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനം, ഇവിടെ പറഞ്ഞില്ലേ, ബാറ്ററി ഉപയോഗിച്ചിട്ട് 2 ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് ആണി വെച്ചിട്ട് അതിലെ മുക്കിയാൽ, ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്താൽ അതിനെ നമുക്ക് എന്താക്കി മാറ്റും? വെള്ളത്തിനെ ഹൈഡ്രജനും ഓക്സിജനും ആക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതാണ് എന്ത്? കോമ്പൗണ്ട്സ്. ഓക്കെ. അപ്പൊ എലമെന്റ്സ് എന്താന്ന് ചോദിച്ചാൽ ഒന്നും കൂടി ക്ലിയർ ആക്കാം. കോപ്പർ എലമെന്റ് ആണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഈ വെള്ളം എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ വെള്ളത്തിലെ ഹൈഡ്രജനെ സെപ്പറേറ്റ് എടുക്കുമ്പോൾ അത് എലമെന്റ് ആണ്. അതുപോലെ ഓക്സിജനെ സെപ്പറേറ്റ് എടുക്കുമ്പോൾ അത് എലമെന്റ് ആണ്. ഓക്കെ. അതേപോലെ കോപ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു എലമെന്റ് ആണെന്ന്. അതേപോലെ ഒരുപാട് എലമെന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ചുറ്റും, നമ്മുടെ പ്രകൃതിയിലുണ്ട്. മനസ്സിലായോ? ആ എലമെന്റുകളുടെ ഒരു പട്ടിക ഞാനിവിടെ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ എലമെന്റുകളുടെ ഒരു പട്ടിക നോക്കൂ നിങ്ങൾ. കണ്ടില്ലേ? കുറെ ഉണ്ട്. ഇപ്പൊ ഇതിൽ ഈ പട്ടികയിൽ 118 ഉള്ളൂ. പക്ഷെ ഇതല്ല, ഇത് ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. 118. ഇതേ കണ്ട, ഇതിലിപ്പോ ലാസ്റ്റ് 1 വന്നിട്ടുള്ളത് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ട 118 നമ്പർ കാണാം. കണ്ട 118 അതാണ് അവസാനത്തെ. കേട്ടാ, ഈ പട്ടികയിലത്തെ അവസാനത്തെ. പക്ഷെ ഇത് പഴയതാണ്, ഇതല്ലാതെ വേറെ വന്നിട്ടുണ്ട്. എക്കോ അടിക്കുന്നുണ്ട്. അപ്പോ എക്കോ ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ അത് ഓഫാക്കാം. മഴ പോയി. നോക്കൂ ഇവിടെ ഇതിനെ ഓരോന്നിനെയും ഹൈഡ്രജനെ, ഓക്സിജൻ എലമെന്റ് ആണ്, ഹൈഡ്രജൻ എലമെന്റ് ആണ്, CU എലമെന്റ് ആണ്, ഗോൾഡ് എലമെന്റ് ആണ്, Na എന്ന് പറയുന്നത് എലമെന്റ് ആണ്, Cl എലമെന്റ് ആണ്. കണ്ടാ, ആ എലമെന്റുകൾ അങ്ങനെ ഇതുവരെ ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ട എലമെന്റുകളാണ് ഈ പട്ടികയിൽ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ പേര് കണ്ട, ഇതിന്റെ പേരെന്തോന്ന് വായിച്ചു നോക്കിയേ. കണ്ടാ, പീരിയോഡിക് ടേബിൾ ഓഫ് എലമെന്റ്സ്. കണ്ടില്ലേ? എന്താ പേര്? പീരിയോഡിക് ടേബിൾ ഓഫ് ദ എലമെന്റ്സ്. ഓക്കെ. ഇനി ഇതിലിനി എന്താ പറഞ്ഞത് നോക്കൂ.
Compounds are pure substances formed from two or more elements through chemical combination. Compounds can be converted into its constituent elements through suitable chemical processes. Find more examples for compounds and note them in science diary. അപ്പോൾ സാധാരണ കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ എലമെന്റുകൾ കൂടി ചേർന്നുണ്ടാകുന്നതാണ് എന്താ കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഷുഗർ കോമ്പൗണ്ട് ആണ്, വാട്ടർ കോമ്പൗണ്ട് ആണ്. ഈ കോമ്പൗണ്ട്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ത്രൂ സ്യൂട്ടബിൾ കെമിക്കൽ പ്രോസസ്സസ്. കോമ്പൗണ്ടുകൾ വേണമെങ്കിൽ വീണ്ടും നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇനി കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എലമെന്റ്സുകളെ പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അതൊക്കെ നമുക്ക് ഇപ്പോൾ പരീക്ഷണശാലകളിൽ നമുക്ക് നടത്തിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ള വസ്തുക്കളാണ്. നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന പേന എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയുള്ളത്? ഇങ്കോണ്ടാ? പ്ലാസ്റ്റിക് അല്ലേ? ആ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്താണ്. പ്ലാസ്റ്റിക് നമുക്ക് തട്ട് വളർത്തി ഉണ്ടാക്കാൻ പറ്റുമോ? പ്ലാസ്റ്റിക് ഉണ്ടാകണം മരം ഉണ്ടാ? ഇല്ല. അപ്പൊ ഈ എലമെന്റുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയിട്ടുള്ളതാണത്. അപ്പോ അതാ പറയണത്, കോമ്പൗണ്ട്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്. അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ചേർത്ത് ത്രൂ സ്യൂട്ടബിൾ കെമിക്കൽ പ്രോസസ്, അനുയോജ്യമായ രാസപ്രവർത്തനങ്ങളിലൂടെ നമുക്ക് അതിനെ എന്ത് ചെയ്യാന്നാ പറയണത്, അതിനെ നമുക്ക് കോമ്പൗണ്ട് ക്യാൻ ബി കൺവേർട്ടഡ്, കോമ്പൗണ്ട് നമുക്ക് ഉണ്ടാക്കാം. മനസ്സിലായോ? ഇവിടെ ഇപ്പോ പ്രകൃതി തന്നെ പറയൂ, കേക്കാല്ല പറയും. എന്താ പറഞ്ഞ? എന്താ ചോദിച്ചേ? ആരോ സംസാരിച്ചൂലോ, ആരോ ചോദിച്ചൂലോ എന്നോട്. ഡൗട്ടൊന്നുമില്ല, പറയട്ടെ ഞാൻ. ശരി. കോമ്പൗണ്ട് അപ്പൊ പറഞ്ഞൂടെ? നോക്ക്, കോമ്പൗണ്ട് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ത്രൂ സ്യൂട്ടബിൾ കെമിക്കൽ പ്രോസസ്സസ്. ദെൻ ഫൈൻഡ് മോർ എക്സാമ്പിൾ. അപ്പൊ ഇവിടെ കോമ്പൗണ്ട് കണ്ട ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടണതാ. വാട്ടർ, പക്ഷെ ഷുഗർ നമ്മൾ ഉണ്ടാക്കണതാട്ടാ. ഷുഗർ ഉണ്ടാക്കണത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? യൂട്യൂബിലുണ്ട്. നിങ്ങൾ ഇത് യൂട്യൂബിൽ പിന്നെ എന്തുട്ട് നിങ്ങൾ നോക്കണത്? ഷുഗർ ഉണ്ടാക്കണത് പഞ്ചസാര, ഈ കരിമ്പുണ്ടല്ലോ, കരിമ്പ് ഫാക്ടറി, കരിമ്പ് വെട്ടിക്കൊണ്ടുവന്ന് ആ കരിമ്പിന്റെ നീരെടുത്ത് എന്നിട്ട് അതിൽ ചില സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർക്കും, കെമിക്കൽസ് ഒക്കെ കൂട്ടിച്ചേർത്ത് അതിനെ പല പല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം ഒരു കാര്യം എല്ലുപൊടിയൊക്കെ ചേർക്കും. എല്ലുപൊടിയൊക്കെ ചേർത്തിട്ട് അതിനെങ്ങനെ പോളിഷ് ചെയ്യും. എന്നിട്ടാക്കിയാണ് ഈ പഞ്ചസാര എന്ന് പറയുന്ന സാധനം വരുന്നത്. ക്രിസ്റ്റലായിട്ട് ഇങ്ങോട്ട് വരും. ഈ ഇറച്ചിയൊക്കെ വെട്ടുമ്പോ കിട്ടണ എല്ലില്ലേ, ആ എല്ലുകൊണ്ടൊക്കെ ഇതിനെ ഒന്ന് പോളിഷ് ചെയ്തിട്ടൊക്കെയാണ് അത്ര വരണത്. എല്ലുപൊടി മധുരത്തിനല്ല, അത് ഈ സാധനത്തിനെ പോളിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ക്രിസ്റ്റലാക്കില്ലേ ഏറ്റവും അവസാനം എന്താ എന്തിന്? പണ്ടത്തെ എന്നിട്ട് എല്ലുപൊടിയാ? ബൂസ്റ്റിലാ? എല്ലുപൊടി ഒന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല. അതങ്ങനെയല്ല, അങ്ങനെ വരില്ല. പഞ്ചസാരയിലില്ല എല്ലുപൊടി. പക്ഷെ എല്ലുപൊടി കൊണ്ട് പഞ്ചസാര ഇങ്ങനെ നമ്മൾ അതിനെങ്ങനെ പോളിഷ് ചെയ്യും, അല്ലാതെ എല്ലുപൊടി ചേർക്കില്ല. ലാസ്റ്റ് അതിന്റെ ഇത് കാണണം നിങ്ങളത്. ഇപ്പോൾ ഇതിൽ വീഡിയോയിലുണ്ട് അതിൻ്റെ ഒക്കെ പഞ്ചസാര ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഏത് കഴിച്ചാ? എല്ലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കേടല്ലേ അത്. എല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് എന്ന് പറഞ്ഞ കെമിക്കലൊക്കെ ചേർത്തുള്ള സാധനം അത് ഭസ്മം ഉണ്ടാക്കണത് കരിഞ്ഞ സാധനമാണ്. ഈ ചാണം ഭസ്മം ഉണ്ടാക്കുക. ഭസ്മം എന്ന് പറയുന്നത് ചാണം കത്തിച്ചതാണ് ഭസ്മം. ചാണമില്ലേ, ചാണം ഉണക്കിയിട്ട് കത്തിക്കും. അതിടും. എല്ലുപൊടി ഇടും. കാൽസ്യം എന്ന് പറഞ്ഞിട്ട്, തെങ്ങിന് കാൽസ്യം കുറവാന്ന് പറഞ്ഞിട്ട് എല്ലുപൊടി ഇടും.
അതെ. ഓക്കെ. അപ്പൊ ഇനി തെങ്ങിന് എല്ലുപൊടി ഇട്ടു, എല്ലുപൊടി നല്ലതാണെന്ന് പറഞ്ഞ് വാരി കൊണ്ടുവന്നിട്ട് കഴിക്കാൻ നിൽക്കണ്ടാട്ടാ. അത് പഞ്ചസാര നിർമ്മിക്കുന്ന ഒരു സന്ദർഭത്തിൽ എല്ലുപൊടി കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഒന്ന് പോളിഷ് ചെയ്യേണ്ടത്. എല്ലുപൊടി കൊണ്ട് ഒന്ന് പോളിഷ് ചെയ്യുക. എല്ലുപൊടി അതിൽ ചേർക്കില്ലേ. അപ്പൊ നമ്മള് ഷൂ തുടയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, തുണി എടുത്തിട്ട് ഇങ്ങനെ തുടക്കില്ലേ. അതെ 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 അതിന്റെ ഒരു പ്രോസസ്സിന്റെ ഭാഗമാണത്. അത് അതിൽ ചേർക്കല്ല ചെയ്യണത്. അത് നമ്മൾ അതിന്റെ മീതെ കൂടെ ഒന്നും അതുകൊണ്ടൊന്നും, അത് നിങ്ങൾ അതിന്റെ പ്രോസസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക. മാഷക്ക് പറയാൻ പറ്റുന്നില്ല. നോക്കൂ. അപ്പോ ഇവിടെ നോക്കൂ, വാട്ടർ, ഷുഗർ, ഇതൊക്കെ എക്സാമ്പിൾ ആണ്, കോമ്പൗണ്ട്സിന് എക്സാമ്പിൾസ് ആണ്. വേറെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കോമ്പൗണ്ട്സ്? നിങ്ങൾ ഒരെണ്ണം പറഞ്ഞാൽ ഞാനത് കോമ്പൗണ്ട് ആണോ അല്ലയോ എന്നുള്ളത് പറയാം. വാട്ടർ, ഷുഗർ കൂടാതെ ഞാൻ ഇപ്പൊ ബോർഡും എഴുതിയിട്ടുണ്ട്. ഗോൾഡ്, അതായത് നമ്മൾ പറയാം ഓർണമെന്റൽ ഗോൾഡ്. വെറും ഗോൾഡ് എന്ന് പറഞ്ഞാൽ പോരാ, ഓർണമെന്റൽ ഗോൾഡ് എന്ന് പറയാം കേട്ടാ. അപ്പോഴല്ലേ CU+AU ആവുള്ളൂ. പക്ഷെ ഇത് സോറി, ഇതിനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഇതിനെ കോമ്പൗണ്ട് എന്ന്, ഇത് അതായത് ഇത് ശരിക്കും കോമ്പൗണ്ട് അല്ല, ഇത് മിക്സ്ചറാണ്. മിക്സ്ചറും കോമ്പൗണ്ടും വ്യത്യാസമുണ്ട്. അതന്നെ. അതായത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന വസ്തുക്കൾ കൂട്ടിക്കുഴയ്ക്കുന്നതാണ് മിക്സ്ചർ. അതിനെ വേണമെങ്കിൽ നമുക്ക് വേർതിരിക്കാം. പക്ഷെ കോമ്പൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ വേർതിരിക്കാൻ പറ്റും, പക്ഷെ അത് കെമിക്കൽ പ്രോസസ്സിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ചായ എന്ന് പറയുന്നത് മിക്സ്ചറാണ്. ചായല ഒരു വെള്ളത്തിൽ കലങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മിക്സ്ചറാണ്. അതിന് ചായല നമുക്ക് വേർതിരിക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേർതിരിക്കാം, വേർതിരിച്ചൂടെ? അതേപോലെ നമുക്ക് എന്താണെന്നാ പറയുന്നത്, ഇതാ സാൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് മിക്സ്ചറാണ്. സാൾട്ട് സൊല്യൂഷൻ വെള്ളം വേണമെങ്കിൽ വേർതിരിക്കാം. പാല് കോമ്പൗണ്ട് ആണോ എന്നാ? ദൈവമേ, പാല് എന്ന് പറയുന്ന സാധനം കോമ്പൗണ്ട് ആണ് എന്തായാലും. അത് അതില് എല്ലാ ഘടകങ്ങളും, ഒരുപാട് ഘടകങ്ങൾ, മിനറൽസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ. വിറ്റാമിൻസും മിനറൽസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ. അത് കോമ്പൗണ്ട് ആണ്. പക്ഷെ മിക്സ്ചർ ആണോ ചോദിച്ചാൽ മിക്സ്ചർ അല്ല. പാലിന് വെള്ളം ചേർത്താൽ എന്തായി? മിക്സ്ചറായി. കഴിഞ്ഞ പാഠത്തിലാണ് അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞത്. ഈ പാഠത്തിൽ നമ്മൾ ശ്രദ്ധിക്കൂ, കോമ്പൗണ്ടും പിന്നെന്താണ് എലമെന്റും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പറയുന്നത്. മനസ്സിലായ? കോമ്പൗണ്ട് എന്ന് പറയുന്നത് മിക്സ്ചർ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഇപ്പൊ വാട്ടർ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആണ്, പക്ഷെ മിക്സ്ചർ ആണോ? അല്ല. അതേപോലെ ഷുഗർ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആണ്, പക്ഷെ മിക്സ്ചർ ആണോ? അല്ല. പക്ഷെ വാട്ടറും ഷുഗറും തമ്മിൽ ചേർത്താൽ അതെന്തായി? മിക്സ്ചറായി. കോമ്പൗണ്ടുമായി മിക്സ്ചറായി. മനസ്സിലായ? അതാണ് വ്യത്യാസം. ഇവിടെ നമ്മളോട് കോമ്പൗണ്ട് എഴുതാനാ പറഞ്ഞത്, മിക്സ്ചർ അല്ല. അപ്പൊ നമുക്ക് സോൾട്ട് എന്ന് എഴുതാം, സോൾട്ട് എന്ന് എഴുതാം. ഞാൻ ഇവിടെ ബോർഡുമേ വരച്ച കണ്ടില്ലേ, ബോർഡുമേ എഴുതി കണ്ടില്ലേ? സോൾട്ട് എന്താ സാധനം? NaCl. Na എന്ന് പറയുന്ന എലമെന്റും Cl എന്ന് പറയുന്ന എലമെന്റും കാണിച്ചരാട്ടാ. നോക്കൂ, നിങ്ങൾക്ക് ഇത് ഈ ടേബിൾ കാണിക്കാം, അപ്പൊ ഇത്തിരി കൂടി മനസ്സിലാവും. ഇതാ Na എന്ന് പറയുന്നത് കണ്ട, ഇവിടെ ഞാൻ വിരൽ വെച്ചുള്ളത് ഇതാണ് Na. കണ്ട, സോഡിയം എന്നാ എഴുതിയിട്ടുണ്ട്. കണ്ട അതിന്റെ അടിയില് കണ്ട Na. ഇതും പിന്നെ Cl എന്ന് പറയുന്നത് ഏതാ? Cl കണ്ട, Cl ക്ലോറിൻ. ഇത് രണ്ടും ഇത് ഫുള്ളും പഠിക്കണ്ട, ഇതൊന്നും ഫുള്ളും പഠിക്കണ്ടെന്നേ. എന്താ നിങ്ങൾ ഈ ടേബിള് നിങ്ങൾ പഠിച്ചു വരുമ്പോ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പെരുക്കപ്പെട്ടിക നിങ്ങൾ ആദ്യം കാണുമ്പോ പേടിച്ചില്ലേ? പണ്ട് ചെറിയ ക്ലാസ്സില് പേടിയില്ലായിരുന്നു. പിന്നെ ഇപ്പൊ അത് പേടിയുണ്ടാ? അതെന്താ പേടിയില്ലാത്ത? ആര് ചോദിക്കാനല്ലേ? അതെ, അതല്ലേ പേടിയില്ലാത്ത, അല്ലാണ്ട് പഠിച്ചിട്ടൊന്നല്ലല്ലോ. പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവില്ല. അതാണ്.
അപ്പൊ അത് നമ്മൾ എങ്ങനെയാ പഠിച്ചത്? കുറെ കാലമായിട്ട് നമ്മളിപ്പോ കണക്ക് ചെയ്ത് ബൈ ഹാർട്ടായിപ്പോ അത് ഇല്ലേ? അതേപോലെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ആവുന്നേ. നിങ്ങൾ ഇപ്പോഴൊന്നും അത് പഠിക്കേണ്ട കാര്യമില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും പഠിച്ചാൽ മതി കേട്ടാ. ഇപ്പൊ തന്നെ അത് ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടാ. അത് മുഴുവനും ഒരിക്കലും പഠിക്കണ്ട, അതിലൊരു 10-20 പഠിക്കേണ്ടി വരുള്ളൂ കേട്ടാ. ഓക്കെ. അപ്പൊ മാഷിതേ പറയണത് വീണ്ടും കേൾക്കുക. അതാ NA എന്ന് പറയുന്നതും CL എന്ന് പറയുന്നത് കണ്ട, ആ ടേബിളിൽ 2 കോളത്തിൽ കിടക്കുന്ന സാധന കണ്ടാ. അത് 2 ചേർന്നു, അതാണ് അത് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇതാ വീണ്ടും ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചത്. ഇതാ കണ്ട, ഹൈഡ്രജൻ ദേ കിടക്കുന്നതാണ് ഹൈഡ്രജൻ കണ്ട. കണ്ടു. ഇനിയോ ഡൈ കിടക്കണതാണ് ഓക്സിജൻ ദേ കണ്ട. ഇത് രണ്ട് സ്ഥലത്ത് കിടക്കുന്ന സാധനം, ഇത് ചേർന്നതാണ് വാട്ടർ. എന്നാൽ Cu എന്ന് പറയണതോ കോപ്പർ എന്ന് പറയണതോ ഇതാ ഇവിടെ കോപ്പർ. കണ്ട കോപ്പർ കണ്ട. അത് മാത്രം അടങ്ങിയ, ഇത് അതിന്റെ കൂടെ വേറെ ഒന്നും ചേരുന്നില്ല, അത് മാത്രം അടങ്ങിയതാണ് നമ്മുടെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പി കേട്ടാ. അതാണ് അതിനെ എലമെന്റ് എന്ന് വിളിക്കുന്നത്. അത് മാത്രമുള്ളൂ അതിന്, അതാണ് അത് എലമെന്റ് എന്ന് അറിയപ്പെടുന്നത്. മറ്റേതിൽ കണ്ട 2-3 ഡിഫറെന്റ്. പക്ഷെ വെള്ളത്തിനെ സെപ്പറേറ്റ്, നമ്മള് വെള്ളത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ വെള്ളം എന്താണെന്നാ പറയാ, വാട്ടർ എന്ന് പറയുന്നത് എന്താ പറയാ നമ്മള്, വാട്ടർ ഈസ് പ്യുവർ സബ്സ്റ്റൻസ്. വാട്ടർ എന്തായിട്ടാ പറയാ നമ്മള്, പ്യുവർ സബ്സ്റ്റൻസ്. നീ ഇപ്പൊ സമയം നോക്കിയിരിക്കുക. ഒരു മിനിറ്റടാ, ഇതാ അവസാനിപ്പിക്കട്ടെ ഞാൻ, ഇതാ തുടങ്ങിയത്. മറ്റേ ഞാൻ നിർത്താം. 1 മണിക്കൂർ കുഴപ്പമില്ല അല്ലേ? നിങ്ങക്ക് വേറെ ക്ലാസ് ഉണ്ടോ അന്നിനി? ഡാറ്റയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഡാറ്റയുടെ പ്രശ്നമില്ലല്ലോ. അല്ല കുറച്ചേരം അത് ഞാനേ മറ്റേ 9ലും 10ലൊക്കെ ഉള്ള 1-2 പിള്ളേര് പറഞ്ഞു ഡാറ്റ ഞങ്ങക്ക് കുറെ പോണു, നഷ്ടം വരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് കാരണം നമ്മൾ അങ്ങനെ ആക്കിയതാ. എന്തായാലും ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഇത് എത്ര എടുക്കണുള്ളൂ. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കുമ്പോഴേ ഒരു കാര്യം, ഒരു ടെസ്റ്റ് പേപ്പർ അടിക്കാം നമുക്ക് സയൻസിന് കേട്ടോ. അത് പരീക്ഷ നമ്മുടെ ഏത് ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് ദാ ഇവിടം വരെ വായിച്ചു വരിക നിങ്ങൾ. ഇവിടം വരെ വാട്ടർ, ഈ പേര് ഒറിജിൻ ഓഫ് നെയിംസ് ഓഫ് എലമെന്റ്സ് വരെ കണ്ടാ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ ഈ ഭാഗം വരെ 70ാമത്തെ പേജ് വരെ. 1 മിനിറ്റ് കേട്ടാ, ഇത് പറഞ്ഞിട്ടില്ല, അവസാനിപ്പിക്കട്ടെ. വാട്ടർ, ഷുഗർ, ഇതൊക്കെ കണ്ട, ഇതൊക്കെ കോമ്പൗണ്ടുകളാണ്. പിന്നെ വേറെ കോമ്പൗണ്ട് അതുപോലത്തെ ഒന്നാണ് NaCl, അഥവാ ഏതാ ഉപ്പ് എന്ന് പറയുന്ന സാധനം. പഞ്ചസാര പോലെ തന്നെയാണ് ഉപ്പ്. അതേപോലെ വേറെ നമ്മൾ പറഞ്ഞു ഇവിടെ വേണ്ട. പക്ഷെ ഇത് നമുക്ക് ഇവിടെ ഈ സാധനം എഴുതിയിട്ടുണ്ടല്ലോ, ഇത് നോക്കിയേ, Cu + Au എന്ന് എഴുതിയില്ല. ഇപ്പൊ ഇതില് Cu എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആയിട്ട് പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. Au കോമ്പൗണ്ട് ആയിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇത് രണ്ടും ഇവിടെ പ്ലസ് ഇട്ടിട്ട് ഞാൻ ഇത് നമ്മൾ പറയണത്, ഇത് രണ്ടും ഒരു പാത്രത്തിലിട്ട് നമ്മൾ ചൂടാക്കുമ്പോ അത് അങ്ങോട്ട് ഉരുകും. അപ്പൊ അതൊന്നാവും. പക്ഷെ അപ്പൊ അതിനെ വിളിക്കുക കോമ്പൗണ്ട് എന്നാണ് വിളിക്കുക. സോറി, മിക്സ്ചർ എന്നാണ് വിളിക്കുക, കോമ്പൗണ്ട് അല്ല. എന്താ വിളിക്കുക നമ്മള്? ഇപ്പൊ നമ്മള് വെള്ളത്തിൽ പഞ്ചസാര ലയിപ്പിക്കാൻ വളരെ എളുപ്പാ. വെള്ളം എടുക്കുന്ന ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര കുറച്ചിടുന്ന ഒരു സ്പൂൺ കൊണ്ട് ഇളക്കുന്നു, അപ്പൊ അത് മിക്സ്ചറായി, അത് ലയിച്ചു അതിന്, അല്ലേ? ശരിയല്ലേ? എന്നാൽ ഈ കോപ്പറും ഗോൾഡും തമ്മിൽ അങ്ങനെ നമ്മള് കോപ്പർ ഒരു ഗ്ലാസ്സിൽ ഇട്ടു, ഗോൾഡ് ഒരു അതിന്റെ ഇതിട്ടു, സ്പൂൺ കൊണ്ട് ഇളക്കിയ അത് ചേരുവോ? തമ്മിൽ ചേരുവോ? ചേരില്ല. അപ്പൊ നമ്മൾ അത് ചേർക്കണമെങ്കിൽ അത് ചേർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അത് രണ്ടും ഒരു പാത്രത്തിലിട്ട് നന്നായി ചൂടാക്കണം. അപ്പൊ അതാണ്ട് ഉരുകിയിട്ട് എന്ത് ചെയ്യും? ഒന്നാവും. മനസ്സിലായോ? അതാണ് അത്. പക്ഷെ അങ്ങനെ അതിന്റെ രീതി വ്യത്യാസമുണ്ട്. പക്ഷെ അതെന്ത് തന്നെയാണ്? അത് കോമ്പൗണ്ട് അല്ല, അതെന്താണ്? മിക്സ്ചറാണ്. കോമ്പൗണ്ട് ആണെങ്കിൽ ഡിഫറന്റ് എലമെന്റുകൾ തമ്മിൽ ചേർത്ത്. മനസ്സിലായാ പറഞ്ഞത്? അതാണ് അതിന്റെ വ്യത്യാസം. ഞാൻ ആ ഗോൾഡ് പറയണ്ടായിരുന്നില്ല, എന്റെ പണിയാകെ ഇരട്ടിച്ചു. അത് ഉദാഹരണം പറഞ്ഞ് തെറ്റി പറഞ്ഞു. എന്തായാലും മനസ്സിലായില്ലേ നിങ്ങക്ക്? ഗോൾഡ് അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു, പണി പാളിയ. അത് എന്തായാലും ആവട്ടെ, നിങ്ങക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും ഞാൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടാ. എലമെന്റ്സ് ആർ പ്യുവർ. ഇനി എന്താണ് എലമെന്റ്സ് എന്ന് പറയുന്നത്? എലമെന്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ് which cannot be split into simpler components through chemical processes.
എലമെന്റ്സ് എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസസ് ആണ്, വിച്ച് കനോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു സിംപ്ലർ കോമ്പോണൻസ്. അതിനെ ചെറിയ കോമ്പോണൻസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റില്ല. എന്തിലൂടെ? ത്രൂ കെമിക്കൽ പ്രോസസ്സസ്. കെമിക്കൽ പ്രോസസ്സിലൂടെ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് ഏതാ? എലമെന്റ്സ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട്സ് ആർ സബ്സ്റ്റൻസസ് ഫോംഡ് ബൈ കോമ്പിനേഷൻ ഓഫ് 2 or more elements ത്രൂ വിച്ച് കെമിക്കൽ റിയാക്ഷൻ. അതായത് വെള്ളത്തിനെ നമുക്ക്, ഞാൻ ഇതൊന്ന് സിമ്പിൾ ആയിട്ട് പറയാം, വെള്ളത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താക്കാം? ഹൈഡ്രജൻ ഓക്സിജനാക്കി മാറ്റാം അല്ലേ? നമ്മൾ പറഞ്ഞു. അത് കണ്ടെത്തിയ ആളുടെ പേരെന്താ? അത് ചെയ്ത ആളുടെ പേരെന്താ? ഹംഫ്രി ഡേവി. ഹംഫ്രി ഡേവി എന്ന് പറയുന്ന ആള് വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്തു, ഹൈഡ്രജനും ഓക്സിജൻ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നാൽ കോപ്പറിനെ നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് എലമെന്റാ. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എത്ര സ്പ്ലിറ്റ് ചെയ്താലും അവസാനം കോപ്പർ തന്നെയാണ്. വെള്ളത്തിന് അങ്ങനെയല്ല, നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്ന് എഴുതി വെക്കട്ടെ, ഒരു മിനിറ്റ്.